അപ്പൊ ബിഗ് ബോസ് ഫിനാലെ കഴിഞ്ഞു. എന്ത് നിങ്ങൾ ആരാ ഫാനാണ്? നൂറ ഫാന്. അത്രേ ഉള്ളൂ. ഞാൻ നൂറ, അക്ബർ, നെവിൻ ഇവരെല്ലാരെങ്കിലും ഒരാൾ വിന്നറായ മതിയാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോ അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എന്താ പറയാനാ, പുള്ളി ഗെയിമറൊന്നും അല്ല. പിന്നെ പുള്ളിയുടെ സ്വഭാവം പിന്നെ ഒറ്റയ്ക്ക് നിന്നാണ് കളിച്ചിട്ടുള്ളത്. അപ്പൊ അനുമോളോ നിങ്ങൾക്ക് എന്താ അനുമോളെ പറ്റി? എനിക്ക് അഭിപ്രായം വെച്ചാൽ വെറും PR കൊണ്ട് മാത്രം ജയിച്ച ഒരു വ്യക്തി എന്നേ പറയാവുള്ളൂ. വേറെ ഒന്നുമില്ല. ബിഗ് ബോസിന് ഇത്രയും മോശമായിട്ട് നിലവാരം രീതിയിൽ നാടകമല്ല, കുണുമോളെന്ന് വേണം പറയാം. നുണമോൾ എന്നുള്ള പേരെ അവൾക്ക് ചേരുള്ളൂ. ഇത്രയും മോശമായിട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിനക്ക് ചില ശത്രുക്കൾ ഉണ്ടെങ്കിലുണ്ടല്ലോ, നീ അവർക്ക് സജസ്റ്റ് ചെയ്യാൻ അനുമോളിനെ. നീ ഒന്നും പറയില്ല. അനുമോളെ പറ്റി എനിക്ക് ഒന്നും പറയാനില്ല. അവര് ഡ്രാമ കാണിച്ചിട്ടൊക്കെയാണ് എല്ലാ പ്രേക്ഷകരെ. പിന്നെ 16 ലക്ഷം കൊടുത്ത് വരാനാണെങ്കിൽ ആദ്യമേ ഇത് ബിഗ് ബോസിന്റെ പറഞ്ഞാൽ പോയി. അല്ല, അവര് പിന്നെ പറഞ്ഞിട്ടുണ്ട് 1 ലക്ഷം 1 ലക്ഷം ആണെങ്കിൽ പോലും PR കൊണ്ട് മാത്രം ജയിക്കണേ. പിന്നെ എന്തിനു കഷ്ടപ്പെട്ട് അധ്വാനിച്ചിരിക്കുന്ന ഇത് കണ്ടസ്റ്റൻസ് ആവശ്യം എന്ത്? പക്ഷെ ഞാൻ ആഗ്രഹിച്ചു നൂറയ്ക്ക് വല്ലതും കിട്ടിയിരുന്നു. അല്ല, നൂറയ്ക്ക് വലിയ കിട്ടല്ലേ. നൂറ് ഡിസർവ് ചെയ്യാനുള്ള കണ്ടസ്റ്റന്റ് അല്ലേ. ഇവിടുത്തെ പ്രേക്ഷകരോട് നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വേറെ ഒന്നുമില്ല, നമ്മളടക്കം, അതായത് എന്നെ പോലുള്ള നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകരടക്കം മണ്ടന്മാരാക്കിയാണ് അനുമോളിന്റെ PR-ഉം ഏഷ്യനെറ്റും ഇപ്പോൾ കളിച്ചിട്ടുള്ളത്. അതിന് നമ്മൾ ഈ അനുമോൾ ഫാൻസ് ഉൾപ്പെടെ മണ്ടന്മാരും മണ്ടികളും ആയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ കുണുമോൾ, അതായത് നുണമോൾ PR കൊണ്ട് മാത്രം ജയിച്ചു കഴിഞ്ഞു. ഡിസർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റിനെ ഉൾപ്പെടെ ഒഴിവാക്കി കളഞ്ഞു. നൂറെ പോലൊരു ഡിസർവിംഗ് ആയ കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ ഈ 7 എനിക്ക് അക്ബറോ നിവിനോ അവർക്കൊക്കെ ഓക്കെ. നൂറ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടും ഓക്കെ. അനുമോളെ പോലെ ഒട്ടും ഡിസർവിംഗ് എല്ലാ കണ്ടസ്റ്റന്റ് എന്തിനു ജയിച്ചു? അതിനെപ്പറ്റി നിങ്ങൾക്ക് അനീഷും ബെറ്റർ ആണ്. പിന്നെ അനീഷിനോ നിവിനോ അക്ബറോ വിഷമില്ല. അനീഷിന്റെ ലിസ്റ്റിലില്ല. പക്ഷേ ഇത് ഷാനവാസിന്റെ ലിസ്റ്റ് ഇല്ല. ഷാനവാസിന്റെ വിഷമില്ല. അനുമോളെ പോലും കരഞ്ഞു മെഴുകി നടക്കുന്നു. നമ്മൾ രണ്ടൊരു ഡീഗ്രേഡ് ചെയ്യണമല്ല. അവിടെ നമ്മൾ ഷോ കണ്ടിട്ടുള്ളതാണ് നമ്മളെ അഭിപ്രായമാണ് പറഞ്ഞത്. ഓരോ ദിവസവും കുത്തിയിരുന്ന് ഷോ മാത്രം കാണല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ഓരോരുത്തരെ കൊണ്ട് വോട്ട് വരെ നമ്മൾ ആരെ ഡീഗ്രേഡ് ചെയ്ത് പറയാനും അല്ല. അത് നമ്മളെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. നമ്മൾ മാന്യമായിട്ടാണ് പറയുന്നത്. പിന്നെ ആരെ ഡീഗ്രേഡ് ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾക്ക് പറയാനുള്ള അവസരം, ചെറിയ വിളിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ പറയാനുള്ളത് എവിടെയും പറയും. അനുമോൾ ഒട്ടും ഡിസർവിംഗ് അല്ല. പ്രേക്ഷകർ തോറ്റു, PR ജയിച്ചു. ടാഗ്. പിന്നെ അനീഷിനെ ഇനി അവകാശപ്പെടാൻ പോണെന്നറിയുമോ? ജനനായക അടുത്ത് വരാൻ വിജയ് വിജയനാണോ പിടിക്കണ്ട പറഞ്ഞത്. ഇനി അടുത്ത സീസൺ കാണും. അനീഷിന് പറയാൻ പോണെന്നറിയാമോ? ഞാൻ കോമഡറായിട്ട് വന്ന് റണ്ണറായില്ലേ, അങ്ങനെയാണെങ്കിൽ വിട്ടുകളാ. പക്ഷേ അടുത്ത സീസൺ കാണും. ഞാൻ ഇനി കാണൂല. കാരണം PR കൊണ്ട് മാത്രമല്ല അടുത്ത സീസൺ ഞാൻ ആലോചിച്ചിട്ട് കാണുന്നല്ല, എനിക്ക് തോന്നണം. അതായത് PR കൊണ്ട് നിൽക്കൂല എന്ന് ഉറപ്പുള്ള ഏതെങ്കിലും കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നുണമോളെ പോലുള്ള കരച്ചിലില്ലാത്ത കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ ഞാൻ കാണും. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് നമ്മളെ അഭിപ്രായമാണ് പറഞ്ഞത്. നൂറ ജയിക്കാത്തതിൽ വളരെ വിഷമമുണ്ട്. നൂറെ പോലെ ഒരു കണ്ടസ്റ്റന്റിനെ തഴഞ്ഞതിലേക്ക് നല്ല വിഷമമുണ്ട്. അതുപോലെ നൂറ നല്ലൊരു ടാസ്ക് അല്ലേ, അത്രേ ഉള്ളൂ. കാരണം ഫൈനലിൽ എത്രയോ പേര് ആര്യനെ പോലുള്ള ഒരു വ്യക്തിയെ ഒഴിവാക്കിയിട്ട് നൂറ കയറിട്ടില്ല. അല്ലെ, ആര്യനെയൊക്കെ പുറത്താക്കി. അതായത് ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാരെ മൊത്തം പുറത്താക്കിയിട്ട് അൺഡിസർവിംഗ് ആയിട്ടുള്ള 5 പേരെയാണ് ഇപ്പൊ കയറ്റിയത്. അത് വെറും തണ്ടിത്തന്നെ ഞാൻ പറയുള്ളൂ. അടുത്ത വർഷം ഇനി പൈസ കൊടുത്താൽ കാരണം PR ഇനി അടുത്ത വർഷം രക്ഷപ്പെടാൻ പോണായിരുന്നു. PR ആണ്. ഇവരെ എല്ലാവരെയും ലക്ഷങ്ങളും കോടികളും വാങ്ങിച്ചിട്ട് PR ആർമാര് ഇവരെല്ലാം ഒഴിവാക്കും. എന്നിട്ട് ഏറ്റവും അവസാനം കൂടുതൽ പൈസ ആര് തന്നു അവരെ നിർത്തും. അപ്പൊ അടുത്ത വർഷം ബിഗ് ബോസ് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഞങ്ങൾക്ക് പറയാം, നിങ്ങൾ വോട്ട് ചെയ്യണ്ട, ഞങ്ങളെ PR കൊണ്ട് ജയിപ്പിച്ചോളാം. ഒരു ഷോ കാണിച്ചു തന്നാൽ മതി. ഇത് കഷ്ടപ്പെട്ട് രാത്രി മൊത്തം ഉറക്കം ഇരുന്ന് എല്ലാവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് നമ്മൾ പട്ടി വരെ നൽകണത് മോശമാണ്. പ്രേക്ഷകർക്ക് ഒരു അല്പം മാന്യത കാണിക്കാം. ഇതിപ്പോ നമ്മൾ ദിലീപേട്ടന്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ പറഞ്ഞ പോലെ ഇത് നമ്മളെ മാത്രം അഭിപ്രായമാണ്. വേറെ ആർക്കും എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളെ അഭിപ്രായം ഞങ്ങൾ രേഖപ്പെടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഐ ഡോണ്ട് കെയർ.